മറഡോണ എന്ന വിഖ്യാതനായ ഫുട്ബോൾ കളിക്കാരൻ്റെ അർജൻറ്റീന ഫസ്റ്റ് മാച്ചിൽ, അതായത് 90-ൽ നടന്ന ആദ്യ മത്സരത്തിൽ കാമറൂണിനോട് തോറ്റിട്ടുണ്ട്. 22 ലോകകപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 8 രാജ്യങ്ങൾ മാത്രമാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത്. അപ്പം ആദ്യഘട്ടങ്ങളിലെ അട്ടിമറികൾ പിന്നീട് ഉള്ള കളികളിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ഈ വേൾഡ് കപ്പ് ആ ചരിത്രത്തെ തിരുത്തി എഴുതുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കേപ്പ് വെർദെ എന്ന ഒരു കുഞ്ഞൻ രാജ്യം കളിച്ചത് സ്പെയിനോടാണ്. ആദ്യ മത്സരത്തിൽ അവർ സമനില നേടി. നമ്മളെല്ലാവരും വളരെ അത്ഭുതത്തോടെയാണ് കേപ്പ് വെർദെയുടെ പ്രകടനത്തെ കാണുന്നത്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഫുട്ബോൾ വിദഗ്ധർ പറയുന്നത് യൂറോപ്പിൽ നിന്നുള്ള ഏതെങ്കിലും ടീം ചാമ്പ്യന്മാരാവുമെന്നാണ്. എല്ലാവർക്കും നമസ്കാരം. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആരവങ്ങൾ ലോകം മുഴുവൻ വളരെ ആഹ്ലാദത്തോടെ അലയടിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ താല്പര്യത്തോടുകൂടിയും വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ വീക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മുക്കിലും മൂലയിലെല്ലാം ഫ്ലെക്സുകളും കൊടിത്തോരണങ്ങളും ബിഗ് സ്ക്രീൻ പ്രദർശനങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ടീമുകൾ, അതുപോലെ തന്നെ വിവിധ തന്ത്രങ്ങൾ, വിവിധ ശൈലികൾ, അങ്ങനെ വൈവിധ്യങ്ങളുടെ കേളി ശൈലികളും അതുപോലെ ഇഷ്ടപ്പെട്ട ടീമുകളുടെ പ്രകടനമൊക്കെ നമ്മളുടെ ചർച്ചകളിൽ ഇന്ന് പ്രധാന ഒരു വിഷയം തന്നെയാണ്. അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ ഒളിമ്പിക്സിനെക്കാട്ടിയും ആളുകൾ വീക്ഷിക്കുകയും ആളുകൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കം തന്നെയാണ് ലോകകപ്പ്. എല്ലാവർക്കും അറിയുന്നത് പോലെ 3 രാജ്യങ്ങളിലാണ് ലോകകപ്പ് നടക്കുന്നത്. അമേരിക്ക, മെക്സിക്കോ, കാനഡ തുടങ്ങിയ 3 രാജ്യങ്ങളിലായിട്ട് 48 ടീമുകൾ മത്സരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 48 ടീമുകൾ ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ലോകകപ്പിൽ നമുക്കെല്ലാവർക്കും അറിയാം 32 ടീമുകൾ മാത്രമാണ് പങ്കെടുത്തത്. ഈ ലോകകപ്പിൽ 4 പുതിയ രാജ്യങ്ങൾ കൂടി കളിക്കുന്നുണ്ട്. കേപ്പ് വെർദെ, ഉസ്ബെക്കിസ്ഥാൻ, ജോർദാൻ, കുറസവ ദ്വീപുകൾ, അങ്ങനെ 4 രാജ്യങ്ങൾ കൂടി ഈ ലോകകപ്പിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഓഷ്യാനിയിൽ നിന്നും അങ്ങനെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ടീമുകൾ ഒരു കപ്പിനായിട്ട് മത്സരിക്കുമ്പോൾ അത് ലോക ജനതയുടെ സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ സമ്മേളനം കൂടിയായിട്ട് മാറുകയാണ്. നമുക്കറിയാം, ലോകകപ്പ് തന്നെയാണ് നമ്മളുടെ മനസ്സിലേക്ക് കുടിയേറാൻ ലോകകപ്പ് തന്നെയാണ് പ്രധാനമായ കാരണമായിട്ടുള്ളത്. പ്രത്യേകിച്ച് 1986 ലോകകപ്പോട് കൂടിയിട്ടാണ് മലയാളികളിൽ ഇത്രമാത്രം ഒരു സ്വാധീനം ലോകകപ്പ് ഉണ്ടാക്കിയെന്നുള്ളതാണ് നമ്മുടെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മറഡോണ ഉണ്ടാക്കിയൊരു മാജിക് ആണ് 86 വേൾഡ് കപ്പിന് നമ്മളെ ഇടയിലേക്ക് കൂടുതൽ എത്താൻ കാരണം. പിന്നെ ടെലിവിഷൻ്റെ പ്രചാരവും നമ്മളുടെ ഇടയിലേക്ക് വേൾഡ് കപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മറഡോണ പ്ലാറ്റീൻ 82-ലാണ് വേൾഡ് കപ്പ് സജീവമായി കളിച്ചത്. 90-ൽ സ്കില്ലാച്ചി വന്നു, 94-ൽ ബാജിയോ, 98-ൽ സിദാൻ വന്നു, 2002-ൽ റൊണാൾഡോ റൊസാരിയോ ബ്രസീലിൻ്റെ വന്നു, 2006-ൽ ഇറ്റലി ലോക ചാമ്പ്യന്മാരായി, കനറാവോ പോലുള്ള കളിക്കാർ അന്ന് സൂപ്പർ സ്റ്റാറുകളായി. 2010-ൽ സ്പെയിൻ, സാവി, ഇനിയസ്റ്റീൻ അടങ്ങിയ സ്പെയിനിൻ്റെ കളി. 2014-ൽ ജർമ്മനി വീണ്ടും ലോകകപ്പ് നേടി. 2018-ൽ ഫ്രാൻസ്, എംബാപ്പെ എന്ന പുതിയ സെൻസേഷണൽ ആയ ലോക ഫുട്ബോളിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന താരമായ എംബാപ്പയുടെ ഫ്രാൻസാണ് ചാമ്പ്യന്മാരായത്. ദിദിയർ ദഷാംസ് കോച്ചായിട്ടുള്ള. 2022-ൽ കഴിഞ്ഞ വർഷം നമ്മളുടെ എല്ലാവരും ഒരുപക്ഷെ ഫുട്ബോൾ ലോകം, അതായത് ഒരു ടീമിനെ മാത്രം നോക്കിയിട്ടല്ല, ഒരു കളിക്കാരനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മെസ്സിയെ സ്വാഭാവികമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ അർജൻറ്റീന ചാമ്പ്യന്മാരാവാൻ എല്ലാവരും ആഗ്രഹിച്ചില്ലെങ്കിലും കുറേ ആളുകൾ ഒരു ലെജൻഡിന് നൽകാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ കഴിഞ്ഞ വേൾഡ് കപ്പിനെ കണ്ടിട്ടുണ്ട്. അപ്പം ഇത്തരം കളിക്കാരാണ് ശരിക്കും നമ്മളുടെ മനസ്സിലേക്ക് ഫുട്ബോളിനെ ഇത്ര ജനകീയമാക്കിയത്. അപ്പോൾ ആ കളിക്കാർ ഇപ്പോൾ നിലവിൽ പുതിയ കളിക്കാർ കടന്നു വരുന്നു എന്നുള്ളതും
പുതിയ സ്റ്റാറുകൾ കടന്നു വരുന്നു എന്നുള്ളതും ഒക്കെ ഈ ലോകകപ്പിൻ്റെ പിന്നെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഒന്നാം റൗണ്ട് മത്സരങ്ങൾ ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു. ഫേവറേറ്റുകളായിട്ട് കിരീട ജേതാക്കളാകാൻ സാധ്യതയുള്ള കുറേ ടീമുകളുടെ പ്രകടനം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ ഫ്രാൻസും അർജൻറ്റീനയും അതുപോലെ ഇംഗ്ലണ്ടൊക്കെ വളരെ വലിയ മാർജിനിൽ വിജയിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ബ്രസീൽ പോലുള്ള ടീമുകൾ, അതുപോലെ തന്നെ പോർച്ചുഗലിനെ പോലെ ടീമുകൾ ഫേവറേറ്റുകളാകുമെന്ന് കരുതപ്പെട്ട ടീമുകൾ ആദ്യം സമനിലയിൽ കുരുങ്ങുണ്ടായത്. പിന്നെ ഇതൊന്നും പറയാൻ പറ്റില്ല, കഴിഞ്ഞ വർഷം അർജൻറ്റീന സൗദി അറേബ്യയോട് തോറ്റ കളി എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. പിന്നീട് നമ്മൾ കണ്ടത് അർജൻറ്റീന ചാമ്പ്യന്മാരാവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര പെട്ടെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു ഗെയിമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിവിധ ശൈലിയിൽ കളികൾ വരുന്നുണ്ട്, വിവിധ ടെക്നിക്കുകൾ, വിവിധ തന്ത്രങ്ങൾ ഒക്കെ ലോകകപ്പിൽ നമുക്ക് കാണാവുന്നതാണ്. വിവിധ തന്ത്രങ്ങൾ, വിവിധ ശൈലികൾ ഇങ്ങനെ പോകുന്ന ലോകകപ്പ് ഇത് പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകകപ്പിൻ്റെ 22 ലോകകപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 8 രാജ്യങ്ങൾ മാത്രമാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത്. അപ്പം ആദ്യഘട്ടങ്ങളിലെ അട്ടിമറികൾ പിന്നീട് ഉള്ള കളികളിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ നിലവിൽ ഫ്രാൻസ്, അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ സ്പെയിന്, അതുപോലെ തന്നെ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇപ്പോഴും ഫേവറേറ്റുകളാകാൻ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ചരിത്രമാണ്. എങ്കിലും ജപ്പാനെ പോലുള്ള രാജ്യങ്ങൾ കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു പുതിയ ചാമ്പ്യന്മാർ ഉണ്ടാവുമോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷേ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വേൾഡ് കപ്പ് ആ ചരിത്രത്തെ തിരുത്തി എഴുതുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം 2002 ജപ്പാനിലും കൊറിയയിലും നടന്ന ലോകകപ്പിൽ ദക്ഷിണ കൊറിയ എന്ന രാജ്യം ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അത് വലിയൊരു ചരിത്രം തന്നെയാണ്. അതുപോലെ തന്നെ 86 മറഡോണ എന്ന വിഖ്യാതനായ ഫുട്ബോൾ കളിക്കാരൻ്റെ അർജൻറ്റീന ഫസ്റ്റ് മാച്ചിൽ, അതായത് 90 നടന്ന ആദ്യ മത്സരത്തിൽ കാമറിനോട് തോറ്റിട്ടുണ്ട്. പക്ഷേ അർജൻറ്റീന ആ 90 നടന്ന ഫൈനലിൽ ജർമ്മനിയോട് കളിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ആ ചരിത്രത്തിൻ്റെ ആ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ 8 രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ട്രോഫി നേടി എന്നുള്ളത് തന്നെയാണ്. എങ്കിലും ഒരു അത്ഭുതം എന്ന രീതിയിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ ലോകം ഒരു ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ എല്ലാ കളിക്കാരും, ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നടക്കമുള്ള അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്നടക്കമുള്ള കളിക്കാരൊക്കെ യൂറോപ്പിൽ പോയി കളിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുൻകാലങ്ങളിൽ അത്ര ഒരു സ്വാഭാവികമായ ഒരു രീതിയായിരുന്നില്ല അത്. അപ്പോൾ യൂറോപ്പിലെ ശൈലിയും യൂറോപ്പിലെ പരിശീലനമൊക്കെ അവരെ നല്ല കളിക്കാരാക്കാൻ ഒരു പ്രധാന ഘടകമായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേപ്പ് വെർദെ എന്ന ഒരു കുഞ്ഞൻ രാജ്യം കളിച്ചത് സ്പെയിനോടാണ്. ആദ്യ മത്സരത്തിൽ അവർ സമനില നേടി. നമ്മളെല്ലാവരും വളരെ അത്ഭുതത്തോടെയാണ് കേപ്പ് വെർദെയുടെ പ്രകടനത്തെ കാണുന്നത്. ആ ഗോൾ കീപ്പർ വസീഞ്ഞ നടത്തിയ അതിമനോഹരമായ സേവുകൾ ഇത് ഉൾപ്പെടുന്നുണ്ടെങ്കിലും ഒരു സ്പെയിനിനെ പിടിച്ചു കെട്ടാൻ കേപ്പ് വെർദെക്ക് കഴിഞ്ഞു എന്നുള്ളത്, അത് ലോകം മുഴുവൻ കളിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ വിവിധ ലീഗുകൾ പങ്കെടുക്കുന്നതിൻ്റെ, പ്രത്യേകിച്ച് യൂറോപ്യൻ ലീഗുകൾ പങ്കെടുക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇത്തരം ടീമുകളുടെ, കുഞ്ഞൻ ടീമുകളുടെ മികച്ച പ്രകടനത്തിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലെ കളിക്കാർ, ജപ്പാനിലെ കളിക്കാർ, കൊറിയയിലെ കളിക്കാർ, ഇറാനിലെ കളിക്കാർ, ഇറാഖിലെ കളിക്കാർ, ഇവരൊക്കെ യൂറോപ്യൻ ലീഗിൽ ഇപ്പോൾ സജീവമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മത്സര പരിചയമൊക്കെ വരും പ്രകടനങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ശക്തിയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ നമുക്ക് അത് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാനും കഴിയില്ല. അതാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഫുട്ബോൾ വിദഗ്ധർ പറയുന്നത് യൂറോപ്പിൽ നിന്നുള്ള ഏതെങ്കിലും ടീം ചാമ്പ്യന്മാരാവുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം അർജൻറ്റീന, ലാറ്റിൻ അമേരിക്കൻ ടീമായ അർജൻറ്റീനയാണ് ചാമ്പ്യന്മാരത്. പക്ഷേ നിലവിലിപ്പോഴും അവർ പറയാനുള്ള ഒരു പ്രധാന കാരണം, ലോകത്തിലെ പ്രധാന ഫുട്ബോൾ ലീഗുകളൊക്കെ നടക്കുന്നത് യൂറോപ്പിലാണ്. അവിടെയാണ് ഫുട്ബോളിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് പാരീസ്
പോലുള്ള നഗരമാണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പിന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ഗവേഷണം നടക്കുന്ന, അല്ലെങ്കിൽ ഫുട്ബോളിൽ പ്രതിഭാ സമ്പന്നമായ ഒരു നഗരം പാരീസ് എന്ന പേരിൽ പാരീസ് ആണെന്നാണ് ഫുട്ബോൾ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലോകകപ്പിൽ ഒരു പുതിയ ചാമ്പ്യന്മാർ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു അട്ടിമറി തന്നെയാവും. കാരണം 8 രാജ്യങ്ങൾ മാത്രം ചാമ്പ്യന്മാരായിട്ടുള്ള ലോകകപ്പിൽ ഒരു പുതിയ രാജ്യം ചാമ്പ്യന്മാരാവുക എന്നുള്ളത് വലിയ എന്താ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒരു അട്ടിമറി എന്ന രീതി തന്നെയാണ് ഫുട്ബോൾ ലോകം കാണുന്നത്. ഇപ്പോൾ ലോകകപ്പ് ലോകത്തെ എല്ലാ ആളുകളെയും, അതിൽ പ്രത്യേകിച്ച് ഒരു വിഭാഗം അല്ലാതെ എല്ലാ ആളുകളെയും ഒരുമിച്ചിരുത്താനുള്ള ഒരു മാന്ത്രികമായിട്ടുള്ള ഒരു ശക്തി ലോകകപ്പിനുണ്ട്. അത് ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. നമുക്ക് പ്രതീക്ഷിക്കാം ജപ്പാനെ പോലുള്ള, കൊറിയയെ പോലുള്ള ടീമുകളുടെ പ്രകടനം വളരെ താല്പര്യത്തോടെയും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഇറാനെ പോലുള്ള ടീമുകളുടെ പ്രകടനം, ഇറാനെ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ടതുണ്ട്. അമേരിക്കയിൽ അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റിൽ, നയതന്ത്ര ബന്ധം വഷളായതിനെ തുടർന്ന് അവർക്ക് കിട്ടിയ ഒരു അവഗണന നമുക്ക് തീർച്ചയായിട്ടും വേദനിപ്പിച്ചിട്ടുണ്ട് ഫുട്ബോൾ ലോകത്ത്. അങ്ങനെ ഇനി സംഭവിക്കാതിരിക്കട്ടെ. എല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കാണാനുള്ള ഒരു മനോഭാവം സംഘാടകർ അടക്കമുള്ള ആളുകൾ ഫുട്ബോൾ ലോകം പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.